വേടനെ വിടാതെ പിന്തുടരുകയാണ് നമ്മുടെ കൊച്ചു കേരളം. പ്രത്യേകിച്ചും കേരളത്തിലെ പൊളിറ്റിക്കലി കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് വേടനെ വിടാതെ പിന്തുടരുന്നത്. അയാളുടെ ജാതി പറഞ്ഞ്, അയാളുടെ ജനനം പറഞ്ഞ്, അയാളുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ്, അങ്ങനെ എന്തൊക്കെയോ അലിഗേഷൻസ് ആണ് വേടനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞത്. എന്താണ് വേടനോട് പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ഇത്ര വിരോധം എന്ന് ചോദിച്ചാൽ അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. വേടൻ്റെ പ്രശസ്തിയാണോ, ആൾക്കാരിൽ വേടനുള്ള ആ സമ്മതനാണ് വേടൻ ഇപ്പോൾ എന്ന് പറയുന്നത്. അതൊരു ഒരു പക്ഷേ നമ്മൾ വേണമെങ്കിൽ വേടനെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ നേതാവിനെയും വിളിച്ചൊരു സമ്മേളനം നടത്തിയാൽ വേടൻ്റെ സ്റ്റേജ് തന്നെ നിറഞ്ഞിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു അസൂയ മൂത്തിട്ടാണോ പാർട്ടിക്കാരെ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് അറിയില്ല. എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസം വേടനെതിരെ നടത്തിയ ശശികല ടീച്ചർ എന്ന് പറഞ്ഞ ഹിന്ദു ഐക്യവേദിയുടെ രക്ഷാധികാരിയോ പരമാധികാരിയോ എന്നൊക്കെ, മുഖ്യ രക്ഷാധികാരി, ഓക്കെ, പരമാധികാരി ഇരുന്ന് പറഞ്ഞ ചെറിയ വർത്താനങ്ങൾ. അവർ ടീച്ചറാണെന്നാണ് പറയുന്നത്. ഏത് സ്കൂളിലെ ടീച്ചറാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എനിവേ അവർ വേടൻ ആരും ആയിക്കൊള്ളട്ടെ, അവരുടെ ആ ഒരു ഭാഷ വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് മാത്രമല്ല, അതാണിപ്പോൾ വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൊതുസ്ഥലത്ത് നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായി നിന്നുകൊണ്ട് ഒരു സമൂഹത്തിലെ ഒരു ഗായകനെ, ഒരു കലാകാരനെ, അയാൾ റാപ്പർ ആയിക്കോട്ടെ, റോക്ക് സിംഗർ ആയിക്കോട്ടെ, വയലിനിസ്റ്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പറയേണ്ട ഭാഷ അത് വളരെ മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ ജയ്? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ തന്നെ ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് ടീച്ചർ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട്. പക്ഷേ അവർ ആ ഒരു പ്രൊഫഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ തന്നെ തുടരാം. എന്താണെങ്കിലും ഇവർ പറഞ്ഞ ടീച്ചറാണ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ തന്നെ വേർഡ് ബൈ വേർഡ് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ നമ്മുടെ ഒരു ആധുനിക സമൂഹത്തിന് യോജിക്കുന്ന കാഴ്ചപ്പാടുകളോ ഭാഷയോ അല്ല ഇവർ ഒരിക്കലും ഉപയോഗിക്കാറുള്ളത്. എന്തായാലും ഈ വേടന്റെ കാര്യത്തിൽ അവരെ ഏറ്റവും അലോസരപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വേടൻ അല്ലെങ്കിൽ അവരുടെ ഗോത്ര സംസ്കൃതി ഇതാണോ, അവർ തുടരേണ്ട അല്ലെങ്കിൽ അവരെ അടയാളപ്പെടുത്തേണ്ട കലാരൂപം ഇതാണോ, റാപ്പ് സംഗീതവുമായിട്ട് യാതൊരു പുലബന്ധവും ഇല്ലാത്ത ഈ വിഭാഗം ഇതൊക്കെ ആലോചിക്കേണ്ട ആവശ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഈ KP ശശികല ടീച്ചറിനെ അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് വല്ലാണ്ട് ഈ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ KP ശശികല ടീച്ചർ പ്രധാനമായിട്ടും അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് വേടന്റെ ജാതി ഏതാണ്, വേടന്റെ മതം ഏതാണെന്നുള്ളതാണ്. ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ വേടന്റെ ആരാധകർ എല്ലാ ആൾക്കാരും വേടന്റെ ഇഷ്ടപ്പെട്ടത് അയാളുടെ പാട്ടിലെ അയാളുടെ വരികളിലെ ആ ഒരു തീഷ്ണതയും അത് ആ വരികളിലെ അർത്ഥവും ആ ഒരു സംഗീതത്തിൽ വിപ്ലവമൊക്കെ കണ്ടിട്ടാണ്. അല്ലാണ്ട് വേടന്റെ ജാതി ഏതാണ്, വേടന്റെ മതം ഏതാണെന്ന് നോക്കിയിട്ടല്ല. ശശികല ടീച്ചർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ തനത് കലാരൂപങ്ങൾ എത്രയോ ഉണ്ട്. അവർ പാടേണ്ടതും പാടി നടക്കേണ്ടതും റാപ്പ് സംഗീതമാണ്. ഈ റാപ്പ് സംഗീതത്തിന് ഏത് രീതിയിലാണ് ഈ ഒരു വിഭാഗവുമായിട്ട് ബന്ധം, പുലബന്ധം പോലും ഇല്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഒരു പൊതു ഇടത്തിൽ ഒരു റോഡിൽ മൈക്ക് വെച്ചുകൊണ്ട് പ്രസംഗിച്ചത് ശശികല ടീച്ചർ. എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാളികൾ കൃത്യമായിട്ട് തന്നെ എന്ത് കാര്യമാണ് ഉൾക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് തള്ളിപ്പറയേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. വേടനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരു മനുഷ്യനും ഒരു മലയാളിയും അദ്ദേഹത്തിന്റെ ആ ഒരു രീതി അല്ലെങ്കിൽ വേടൻ കഞ്ചാവ് വലിച്ചത് അല്ലെങ്കിൽ വേടന് കഞ്ചാവ് ഉപയോഗിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല. അതിനെ കൃത്യമായിട്ട് തന്നെ തള്ളിപ്പറഞ്ഞ മലയാളികളാണ്. പക്ഷേ അതിനും വലിയൊരു ജനസമ്മതി വേടൻ ഉണ്ടാക്കാനുള്ളൊരു കാരണം ആ ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, എൻ്റെ കുഞ്ഞുമക്കളും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരും ഇത് അനുകരിക്കാൻ പാടില്ല, ഞാൻ ചെയ്ത തെറ്റാണ്, പുതിയൊരു നല്ല മനുഷ്യനായിട്ട് മാറാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേടൻ അന്ന് അത് ഈ മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ ഈ പൊതുവേദിയിൽ നിലവിലുണ്ടായിരുന്നതിൽ കവിഞ്ഞുള്ള വലിയൊരു ആരാധക വൃന്ദവും ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേജിലേക്ക് അതിലും ഇരട്ടി ജനങ്ങൾ ഇരച്ചു കയറുന്ന ഒരു വലിയ ഒരു ആഘോഷമായും വേടൻ മലയാളികൾക്കിടയിൽ മാറിയത്. എന്തായാലും ശശികല ടീച്ചർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരു മലയാളികൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ധന്യാരാമൻ ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകൾ തന്നെ ഇവര് പബ്ലിക്കായിട്ട് തള്ളി പറയുന്നുണ്ട്. അതെ, ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്, എന്താണ് പട്ടികജാതി പട്ടികവർഗം ഇവർക്ക് അറിയാമോ എന്ന രീതിയിലാണ് ധന്യാരാമൻ ചോദിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ വളരെ കർക്കശമായി വളരെ വളരെ ഘോരഘോരമായി തന്നെ ഈ ശശികല ടീച്ചറിനെതിരെ വിമർശിച്ചിട്ടുണ്ട്. ഞങ്ങൾ റാപ്പ് പാടിയാൽ എന്താണ് കുഴപ്പം, ഞങ്ങളുടെ പാട്ടുകളുടെ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന ആരാണ്, നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് 1950കളിലാണ്, എന്നാൽ ഇന്ന് പട്ടികജാതിയിൽ SC വിഭാഗം ഒരുപാട് മാറി, ഞങ്ങൾ ജീവിക്കുന്നത് 2025 രീതിയിൽ വളരെ ഇമോഷണൽ ആയിട്ട് വളരെ കർക്കശത്തോടു കൂടിയാണ് ഈ പറയപ്പെടുന്ന ആക്ടിവിസ്റ്റുകളൊക്കെ ഈ ശശികല ടീച്ചർക്കെതിരെ സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ അവരൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ശശികല എന്ന് പറഞ്ഞ വ്യക്തി. അത് BJP ആയിക്കോട്ടെ, അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷേ അപ്പോൾ അവരൊരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ്. അപ്പോൾ അവരിങ്ങനെ ഒരു കലാകാരനെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് കാണിക്കുന്നത് അവരുടെ പാർട്ടിയുടെ ഒരു സ്വഭാവമായിരിക്കില്ല അത് കാണിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയിൽ ഒരുപാട് നല്ല ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ പോലും ശശികല ടീച്ചർ അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു ഒരാളാണ്. പക്ഷേ ഒരു ടീച്ചർ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലും അവർ കാണിച്ചത് വളരെ മ്ലേച്ഛകരമായിട്ടുള്ള കാര്യം തന്നെ. പക്ഷേ അതിന് വേടൻ കൊടുത്ത മറുപടിയാണ് നമ്മൾ കാണേണ്ടത്. അത് അവരുടെ തിട്ടൂരമാണ്. അവരെന്തും പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ഇനിയും പാടും ഇനിയും എഴുതും, എനിക്കാരെയും പേടിയില്ല, ജയിലിൽ കിടന്നും വേണമെങ്കിൽ വേടൻ പാട്ടുകൾ എഴുതാം. വേടൻ നല്ല നല്ല നട്ടലുള്ള ഒരു യുവാവ് തന്നെയാണെന്നാണ്, നല്ല ബോധമുള്ള വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള, എന്നാൽ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള പാട്ടുകൾ എഴുതുന്ന ഒരു വ്യക്തിയാണ്. സാധാരണ ഗായകന്മാരെ പോലെ ഒരു സാധാരണ ഒരു ഗായകനോ റോക്ക് സ്റ്റാറോ റാപ്പറോ ഒന്നുമല്ല വേടൻ. ഹീസ് അതുക്ക് മേലെയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാവണം അദ്ദേഹത്തിനെ മലയാളികൾ ഇത്രയും നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ മറ്റ് ഗായകർക്ക്, ഒരു യേശുദാസോ ചിത്രയോ സുജാതയോ വേണുഗോപാലിനോ ഒക്കെ നമ്മൾ മലയാളികൾക്ക് ഗാനങ്ങൾ വളരെ പ്രിയപ്പെടാണ്, അവരെയൊക്കെ ഹൃദയത്തിൽ ഏറ്റാറുമുണ്ട്. പക്ഷേ വേടൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു ഗായിക ലോകത്തൊരു സ്ഥാനം കൊടുക്കുമെങ്കിൽ അത് വേറെ എവിടെയോ വെച്ചിരിക്കുകയാണ്. അത് വേറെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് മാത്രമാക്കി റിസർവ് ചെയ്ത് മലയാളികൾ കൊടുത്തിരിക്കുന്നതിന് കാരണവും ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും വേടന്റെ ഈ സ്റ്റേജിലുള്ള ഇടപെടൽ അത് വളരെ ഡൗൺ ടു എർത്ത് ആണ്. നമ്മുടെ ഈ കലാഭവമണിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന കണക്ക് തന്നെ ആൾക്കാരുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി വളരെ ലളിതമാണ്. അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും വളരെ ഇഷ്ടമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്ക് ഒരു മകനായിട്ട് തോന്നുന്ന രീതിയിൽ, സ്വന്തം പെങ്ങൾമാർക്ക് ഒരു ആങ്ങളായിട്ട് തോന്നുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതികൾ. അതുപോലെ തന്നെ പല സമയത്തും സ്വന്തമായിട്ട് ചെയ്തയാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നയാവട്ടെ തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും ശശികല ടീച്ചർ പറഞ്ഞ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ ശക്തമായ മറുപടിയുമായിട്ടാണ്, പ്രതികരണമായിട്ടാണ് വേടനും രംഗത്തെത്തിയത്. ശശികല ടീച്ചർ അല്ല പറയേണ്ടത്. ശശികല ടീച്ചർ നടത്തിയിരിക്കുന്നത് ഈ ഞാൻ റാപ്പ് പാടാൻ പാടില്ല എന്നുള്ളൊരു തിട്ടൂരമാണ് പറയുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ വേടൻ പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഗസലും പാടും, ശാസ്ത്രീയ സംഗീതം അല്ലെങ്കിൽ ക്ലാസിക് പാടാനുള്ള തൊണ്ട ഇല്ലാതായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ അതും പാടിയേനെന്ന് കൃത്യമായിട്ട് വേടൻ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ശാരിക നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഈ കേസരി പത്രത്തിന്റെ മുഖ്യ പത്രാധിപരായിട്ടുള്ള ഈ NK മധു എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹവും 2-3 ദിവസങ്ങൾക്ക് മുൻപേ തന്നെ പറഞ്ഞിരുന്നു ഈ വേടന്റെ വേടന്റെ പാട്ടിന് കൈയടിക്കുന്ന ആൾക്കാർ കുറെ കഴിയുമ്പോഴത്തേക്കും അമ്പലത്തിൽ ക്യാബറേ ഡാൻസുകൾ വെക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന രീതിയിലൊക്കെ മൊത്തത്തിൽ ഹിന്ദുക്കളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ശവവർമ്മ. അതായത് ഇന്ന് നമ്മുടെ കേരളത്തിലൂടെ അദ്ദേഹത്തിന് നടക്കുമ്പോൾ തോന്നുക ശവപ്പറമ്പിലൂടെ നടക്കുന്നതായിട്ടാണ് പുള്ളിക്ക് തോന്നുക. രാത്രിയിലാണ് ഇപ്പൊ മലയാളികൾ ഭക്ഷണം കഴിക്കുന്നത്. കണ്ടുപിടുത്തങ്ങളൊക്കെ അതെ. ഇയാളെയൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ശവവർമ്മയാണ് കഴിക്കുന്നത്. ഷവർമ്മ കഴിക്കുന്നതൊക്കെ ഹിന്ദുക്കളാണ്, ക്രിസ്ത്യൻസോ. അത് മാത്രമല്ല അത് കഴിച്ച് മരിക്കുന്നതും ഹിന്ദുക്കളാണ്. മരിച്ചു കണ്ടിട്ടില്ല പുള്ളി. അത്രയാണ് പുള്ളിയുടെ ഒരു വിജ്ഞാനം എന്ന് പറയുന്നത്. അതും പുള്ളി കവിതകളും കഥയൊക്കെ എഴുതുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ M മുകുന്ദനും OV വിജയനും ഒക്കെ ഇയാളുടെ തലയെ മുണ്ടിട്ട് ഓടുമല്ലോ ഇയാളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക്. സത്യം അവരൊക്കെ മരിച്ചു പോയത് നന്നായി OV വിജയനൊക്കെ, കാരണം കഷ്ടം, ഇല്ലെങ്കിൽ തല്ലി ഓടിച്ചാനെ ഇയാളെ. ഇയാളെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഈ സത്യത്തിൽ? ഇയാളുടെ ഞാൻ ഇയാളെ കുറിച്ച് വേറൊരു ചാനൽ വാർത്ത ചെയ്യേണ്ടി വന്നപ്പോൾ ഇയാളുടെ ഒരു വിക്കിപീഡിയ നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇയാൾ ഡോക്ടറേറ്റ് ഉണ്ട്, ഇയാൾ കവിതകൾ എഴുതുന്നുണ്ട്, വളരെ കാര്യമായ കവിതകൾ. ഇയാൾക്ക് എങ്ങനെ ഇയാളുടെ നാവിൽ നിന്നൊക്കെ വരുന്നതാണ്? വിദ്യാഭ്യാസം വിവരം തമ്മിൽ യാതൊരു ബന്ധവും തെളിയിക്കുന്ന ആൾക്കാരല്ലേ. സത്യം എഴുത്തുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ സംസാരം. പുള്ളി ഒരു എന്താ പറയുന്നത്, ഒരു മതവിദ്വേഷിയെ പോലെയാണ് പുള്ളി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു മത തീവ്രവാദിയെ പോലെയാണ് പുള്ളി സംസാരിക്കുന്നത്. NK മധു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വിഘടനവാദികളുടെ, അതായത് സ്പോൺസേഴ്സ് ഉണ്ട് കൃത്യമായിട്ട് കേരളത്തിനെ വിഘടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ വേടന്റെ പിറകിൽ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഷവർമയിൽ പോലും മതം കണ്ടുപിടിച്ച ആളാണ് ഈ മധു. ശവവർമ്മ ഇത് കഴിക്കുന്നത് ശവമാണ്, കഴിക്കുന്നത് വർമ്മമാരാണ്, അതിൽ ഹിന്ദുക്കളില്ല, അതിൽ ക്രിസ്ത്യൻസ് ഇല്ല, മുസ്ലിങ്ങളില്ല, മരിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണെന്ന് പറയുന്നത്. ഷവർമയിൽ പോലും മതം കണ്ടുപിടിക്കുന്ന ആളാണ് ഈ വേടൻ. മത തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത്. ശശികല ടീച്ചർ എന്തായാലും ഇതേ നുഖത്തിൽ കെട്ടാൻ പറ്റുന്ന മറ്റൊരാളാണ്. കറക്റ്റാ. അത് മാത്രമല്ല ഇപ്പൊ അടുത്ത അലിഗേഷൻസ് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി എന്തോ പറഞ്ഞു, പ്രധാനമന്ത്രിയെ കുറിച്ചൊരു പാട്ട് പാടി. അത് 5-6 വർഷം മുമ്പ് വേടൻ ചെയ്ത ഒരു റാപ്പ് സോങ് ആണ്. അതും പറഞ്ഞു. ഇപ്പൊ എനിക്കൊന്ന് ഈ ശശികല ടീച്ചറിന്റെ അലിഗേഷൻസ് ഇച്ചിരി പ്രശ്നമാണ്, അത് ഇവർക്കെതിരെ ഭയങ്കരമായിട്ട് തിരിയുന്നു തോന്നിയപ്പോ അവരുടെ അനുയായികള് വേടനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു, NIAക്ക് പരാതി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. സത്യമാണോ എന്നറിയില്ല, ഇതൊക്കെ സാറ്റലൈറ്റ് ചാനലിൽ വന്നിരിക്കുന്ന വാർത്തകൾ. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി ഇഡിക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് അതിര് വിട്ടു പോകുന്നു ഇനി ഇഡിക്ക് ചിലപ്പോൾ കഴുത്തിൽ പൂട്ട് വീഴാൻ സാധ്യതയുണ്ട്. തോന്നിയ പോലൊക്കെ വൈരാഗ്യമുള്ളവരുടെ വീട്ടിലൊന്നും കയറി അങ്ങനെ എപ്പോഴും റെഡി ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന് തോന്നി. എനിവേ എനിക്ക് തോന്നുന്നില്ല ആരാലും പേടിപ്പിക്കാൻ പറ്റാത്ത ഒരു ബ്ലഡിനും ബ്രീഡിനും ഉടമയാണ് ഈ പറയപ്പെടുന്ന വേടൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല വളരെ മ്ലേച്ഛരമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ അവരത് പറയുന്നുണ്ട്. ശ്രീലങ്കൻ വംശജയെ കുറിച്ച് അതിനകത്ത് അവർ പറയുന്നുണ്ട്. ഈ ശശികല ടീച്ചർ എന്തർത്ഥത്തിലാണ് ഒരാളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാനുള്ള എന്ത് റൈറ്റ് ആണ്? ശ്രീലങ്കൻ പുലിയാണോ അല്ലെങ്കിൽ ശ്രീലങ്കൻ തീവ്രവാദികളുമായിട്ടൊക്കെ വേടന് ബന്ധമുണ്ടോ? അയാളുടെ ഒറിജിൻ അല്ലെങ്കിൽ അയാളുടെ അമ്മയുടെ ഒറിജിൻ ശ്രീലങ്കയിലായിപ്പോ എന്നുള്ളതാണ് ഇവരുടെ അസ്വസ്ഥയാക്കുന്ന കാര്യം. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാനികളായിട്ടുള്ള എല്ലാ ആൾക്കാരും ഒറിജിനായിട്ടുള്ള ആൾക്കാർ തീവ്രവാദികളാണോ? അല്ലെങ്കിൽ അല്ല. അവരുടെ കർമ്മവും അവരുടെ ഫീൽഡിൽ അവർ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എന്താണ്, അവർ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്താണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു വ്യക്തിയെ വിലയിരുത്തേണ്ടത്. അല്ലാണ്ട് അവർ ജനിച്ച സ്ഥലം ഏതാണ് അല്ലെങ്കിൽ അവരുടെ മാതാവ് ജനിച്ച സ്ഥലം ഏതാണ് എന്ന് നോക്കിയിട്ടൊക്കെ അല്ല അവരെ മത തീവ്രവാദിയും അല്ലെങ്കിൽ